जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे ओम अज्ञानतिमिरन्दस्य ज्ञानाज्ञानाशलाकया चक्षुरुन्मीलितेन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितमेन भूतले स्वयं रूपकदा मह्यं ददाति सुपदानिकमन्देकं श्रीगुरु श्रीयुतपदकमलं श्रीगुरून् वैष्णवां च श्रीरूपं साग्रजातं सगणरघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सगणललिता श्रीविशाखानिधां च हे कृष्ण करुणा सिंधु दीन बंधु जगतपदे गोपेश गोपिका कांद राधा कांद नमस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी शभानुस्तुते देवी प्रणमामि हरि प्रिय वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः ശിലപ്രഭുപാദിക്ക് എല്ലാവരുടെയും ഗുരുക്കന്മാർക്ക് എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മളുടെ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ 1-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ എന്ന് പറയുന്ന ഈ അധ്യായത്തില് 31-ാമത്തെ ശ്ലോകം. ഗുരുദേവ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, അനന്ത കോടി വൈഷ്ണവന്റെ കി ജയ്, സമവേത ഭക്തന്റെ കി ജയ്, ഹരിനാമ സങ്കീർത്തനം കി ജയ്. ഹരേ കൃഷ്ണ. തവേ പ്രഭു വജ്രേ തവേ പ്രഭു വജേ പാഠായില രൂപ സനാതന പ്രഭു ആചായി ദുയി ഭായി ആയില വൃന്ദാവന തവേ പ്രഭു തവേ പ്രഭു ബ്രിജേ പാഠായിലെ രൂപ സനാതന പ്രഭു ആജ്ഞായി ദുയി ഭായി ആയില വൃന്ദാവന തവേ പ്രഭു ബ്രിജേ പാഠായില രൂപ സനാതന പ്രഭു ആജ്ഞായി ദുയി ഭായി ആയില വൃന്ദാവനം. ശില പ്രഭുപാദിക്ക് ജയ്. പ്രഭുപാദിന്റെ പ്രധാനപ്പെട്ട തർജ്ജമ ശ്രദ്ധയോട് കേൾക്കുക. തബേ അനന്തരം പ്രഭു ചൈതന്യ മഹാപ്രഭു ബ്രിജ് വൃന്ദാവനത്തിൽ പാഠായില അയച്ചു രൂപ സനാതന ഈ ഇരു സഹോദരന്മാരെയും രൂപ സനാതന ഗോസ്വാമിമാരെ പ്രഭു ആജ്ഞായ മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് ദ്വിഭായി രണ്ട് സഹോദരന്മാരും ആയില വന്നു വൃന്ദാവനത്തിലേക്ക്. ചൈതന്യ മഹാപ്രഭു പിന്നീട് വിവർത്തനം ശീല പ്രഭുപാദ് മഹാപ്രഭു പിന്നീട് ഇരു സഹോദരന്മാരായ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ബ്രിജയിലേക്ക് അയച്ചു. അവിടുത്തെ ആജ്ഞ അനുസരിച്ച് അവർ വൃന്ദാവനത്തിലേക്ക് പോയി. അപ്പൊ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള കാരണമൊക്കെ നമ്മൾ കണ്ടു. കാരണം ഭഗവാന്റെ ലീലകൾ നടന്ന ലീലാ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുവാനും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രൂപസനാതന ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ അദ്ദേഹമായ മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് അവർ പോകുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് 32 ഭക്തി പ്രചാരിയ സർവതീർത്ഥ പ്രകാശില മദന ഗോപാല ഗോവിന്ദേര സേവ പ്രചാരിത എന്ന് വെച്ചാൽ വൃന്ദാവനത്തിലേക്ക് പോയ ആ സഹോദരന്മാർ ഭക്തിയുടെ സേവനം പ്രചരിപ്പിക്കുകയും അനേകം തീർത്ഥസ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അവർ പ്രത്യേകമായി മദനമോഹനന്റെയും ഗോവിന്ദന്റെയും സേവനം ആരംഭം കുറിച്ചു. നമ്മളിതെല്ലാം കവർ ചെയ്തതാണ്. അപ്പൊ അവര് അദ്ദേഹത്തിന്റെ ആജ്ഞയാൽ സഹോദരന്മാരായ രൂപ സനാതന ഗോസ്വാമികള് അനേകം തീർത്ഥ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇവർ പ്രത്യേകമായി മദനമോഹനന്റെയും ഗോവിന്ദന്റെയും ഭക്തിയുടെ സേവനത്തിൽ വ്യാപൃതരായിരുന്നു. അവരുടെ കൃപയാലാണ് നമുക്കിന്ന് നടക്കുന്ന ഈ തീർത്ഥ സ്ഥലങ്ങളെല്ലാം കാണാനും മനസ്സിലാകാനും സാധിച്ചത്. ആയതിനാൽ നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഏതാണ്ട് നമ്മൾ മധ്യലീലയിൽ വരെ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ ചൈതന്യ മഹാപ്രഭു അതായത് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം എന്തുകൊണ്ട് ഈ ചൈതന്യ ലീല അദ്ദേഹം എഴുതി. വൃന്ദാവനത്തിൽ ഠാക്കൂർ എഴുതിയിട്ടുണ്ട്.
അപ്പൊ അങ്ങനെയുള്ളവരുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു കുറവ് ഇതിലുണ്ടായിരുന്നു, അത് നികത്തുകയായിരുന്നു കവിരാജ് ഗോസ്വാമി. കാരണം ആചാര്യന്മാര് ചൈതന്യമംഗളവും ചൈതന്യ ഭാഗവതവും ഒക്കെ എഴുതി, പക്ഷെ അവർക്ക് മധ്യലീലകൾ വരെ അവർ എഴുതിയിട്ടുള്ളൂ. അന്ത്യലീലയിലേക്കുള്ള കാര്യങ്ങളിലോട്ട് കടന്നിട്ടില്ല. അപ്പം മഹാപ്രഭുവിന്റെ മഹാപ്രസാദം ഉച്ഛിഷ്ടം, ആ മഹാപ്രസാദം സർവ്വ ആൾക്കാർക്കും കൊടുക്കുവാൻ വേണ്ടി സനാതന ജീവഗോസ്വാമിയും ഇവരെല്ലാവരും പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ ചൈതന്യ കവിരാജ് ഗോസ്വാമി ഈ ചൈതന്യ ചരിതാമൃതം എഴുതുന്നു. അപ്പൊ എന്താണെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ വെച്ച് സർവഭൂമ ഭട്ടാചാര്യരെ കാണുന്നു. അദ്ദേഹം ഭക്തനാക്കി. നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരി പോയി ജഗന്നാഥനെ കണ്ട മാത്രമല്ല അദ്ദേഹം മോഹാത്സ്യപ്പെട്ട് വീണു. അപ്പോ അദ്ദേഹത്തിന് യാതൊരു അനക്കവുമില്ല. അപ്പം സർവഭൗമ ഭട്ടാചാര്യര് വലിയ സ്കോളറായിരുന്നു. അദ്ദേഹം വന്ന് പഞ്ഞി മൂക്കിൽ രണ്ട് വെച്ചു. ചെറിയൊരു ശ്വാസം അനക്കം മാത്രമേ ഉള്ളൂ. ഭക്തിയുടെ സർവവിധ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ലക്ഷണങ്ങളെല്ലാം ഇവിടെ പ്രകടമാകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ ശിഷ്യരോട് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അദ്ദേഹം മോഹാത്സ്യത്തിലാണ്. ഇത്രയും സമയം ആയപ്പോഴത്തേക്കും നിത്യാനന്ദ പ്രഭു അനുയായികളും അദ്ദേഹത്തെ തിരക്കി വരുന്നു. അപ്പോൾ ജഗന്നാഥ് പുരിയിൽ നടന്ന കഥകളൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം നിത്യാനന്ദ പ്രഭു അനുയായികളും ഓടി പോകുന്നു. അങ്ങനെ ഓടിപ്പോയി സർവഭൗമ ഭട്ടാചാര്യയുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോഴത്തേനും അദ്ദേഹം മോഹാത്സ്യപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ ഉണർത്താനുള്ള റെമഡി ടെക്നിക്ക് ആർക്കറിയാം? നിത്യാനന്ദ പ്രഭുവിനറിയാം. ഭക്തരും നിത്യാനന്ദ പ്രഭു എല്ലാം കൂടെ കീർത്തനം ചെല്ലാൻ തുടങ്ങി. അങ്ങനെ കീർത്തനത്തിൽ അദ്ദേഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. ഇനി അവിടെ അതിനുശേഷം അദ്ദേഹം സൗത്ത് ഇന്ത്യ യാത്ര ചെയ്യുന്നു. 4000 മൈൽ 2 വർഷം കൊണ്ട് നടന്ന് പൂർത്തിയാക്കി. പിന്നെ ജഗന്നാഥ് പുരിയിൽ തിരിച്ചു വരുന്നു. ഹരിനാമ പ്രചാരണം ചെയ്യുന്നു. കൂടുതൽ സമയം ഭക്തസംഘത്തിൽ കഴിയുന്നു. വൃന്ദാവനത്തിൽ പോകുന്നു. തിരികെ വന്നതിന് ശേഷം രൂപഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഈ പ്രസ്ഥാനത്തെ വളർത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ജഗന്നാഥ് പുരിയിൽ സ്വന്തം മൂട് സ്വീകരിച്ച് കഴിയുന്നു മഹാപ്രഭു. അങ്ങനെ സങ്കീർത്തനത്തിന്റെ നല്ല ഒരു അടിത്തറയും ഉണ്ടാക്കി. ഇതിന് തുടർച്ചയായി കൊണ്ടുപോകണം. കാരണം ശ്രീമതി രാധാറാണിയുടെ സ്വന്തം മൂഡ് മനസ്സിലാക്കി പൂരിയിൽ താമസിക്കുകയായിരുന്നു ചൈതന്യ മഹാപ്രഭു. ഇവിടെ ഇത് മധ്യലീലയിൽ നടക്കുന്നു. ഈ സമയം ചൈതന്യ മഹാപ്രഭുവിന്റെ വയസ്സ് 30. ഇതിന്റെ ഇടയിൽ നടന്നോ. ഇപ്പം നിത്യാനന്ദ പ്രഭുവിനെ ഏൽപ്പിക്കുന്നു ബംഗാളിലെ ബംഗാളിലെ ഡിവോഷണൽ സർവീസും കാര്യങ്ങളും ആൾക്കാരെ പഠിപ്പിക്കാനും ഒക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. അദ്ദേഹം ചാതുർമാസ്യത്തില് മഹാപ്രഭു ബംഗാളിൽ തിരികെ വരുന്നുണ്ട്. ഇവിടെ ബംഗാളിൽ നിന്ന് ഭക്തന്മാർ ഒറീസയിലേക്കും പോകുന്നുണ്ട്. എന്നാൽ ചൈതന്യ മഹാപ്രഭു കഡ്വായി പോകുന്നു. നവദ്വീപിൽ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ നിത്യാനന്ദ പ്രഭു അപ്പോൾ കഡ്വായിൽ വഴി അദ്ദേഹം വൃന്ദാവനത്തിൽ പോകുന്നു. എന്നാൽ നിത്യാനന്ദ പ്രഭു തൻ്റെ ട്രിക്കിൽ കൂടി ചൈതന്യ മഹാപ്രഭുവിനെ വീണ്ടും നവദ്വീപിൽ കൊണ്ടുവരുന്നു, ശാന്തിപുരിൽ. ഇവിടെ ഭക്തസംഘം വീണ്ടും നടക്കുന്നു. ഇനിയും അദ്വൈതാചാര്യരുടെ വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ റീയൂണിയൻ ആണ് നടക്കുന്നത്. ഇമോഷൻ വരുന്നുണ്ട്. പ്രഭുപാദിന്റെ ലോകത്തിന് നൽകിയ സമ്മാനമാണ് പ്രഭുപാദ്. കൃഷ്ണന്റെ വിഗ്രഹം നമുക്ക് തന്നു പ്രഭുപാദ്. പല പല ഭാവത്തിലുള്ള ഹരിനാമം തന്നു, മഹാപ്രസാദം തന്നു. ശീല പ്രഭുപാദർ ആത്മീയ ലോകത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തന്നു. നരോത്തമദാസ് ഠാക്കൂറിന്റെ ഭക്തിവിനോദ് ഠാക്കൂറിന്റെ കീർത്തനം അദ്ദേഹം നമുക്ക് തന്നു പ്രഭുപാദ്. അപ്പൊ ഇപ്പൊ നമ്മൾ ജയരാധ മാധവ പാടുന്നുണ്ട് ക്ലാസ് തുടങ്ങുന്നത്. അത് ശരിക്കും പിന്നെ
ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെയാണ്. ഗൗരാരതി കീർത്തൻ ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെയാണ്. തുളസി പൂജ തന്നു, ഏകാദശി തന്നു, ജന്മാഷ്ടമി തന്നു, രാധാഷ്ടമി തന്നു, രാമനവമി തന്നു, നവദീപ് ധാമിന്റെ ജഗന്നാഥ് ധാമിന്റെയും വൃന്ദാവനത്തിന്റെയും വാതിൽ നമുക്ക് തുറന്നു തന്നു. ഇതെല്ലാം ശീല പ്രഭുപാദ് നമുക്ക് തന്നതാണ്. ശീല പ്രഭുപാദരുടെ ബുക്കിൽ കൂടി ശീല പ്രഭുപാദ് പറയുന്നു, ഞാൻ എൻ്റെ ബുക്കിലുണ്ട്, വാപ്പുവിലും വാണയിലും ഉണ്ടെന്ന് പറയുന്നു. 37 ദിവസം കാർഗോ ഷിപ്പിൽ ശീല പ്രഭുപാദ് സഞ്ചരിച്ചു. എന്തിന്? കൃഷ്ണ അവബോധം പ്രചരിപ്പിക്കാൻ. പാപി ജ്യോതി ധർമ്മചാരി ദുർദേശ് ജയ മോർ സേന പതി ഭക്ത ജൈവേ തഥ എന്ന് വെച്ചാൽ, ലോചനദാസ് ഠാക്കൂർ ചൈതന്യ മംഗളത്തിൽ പറയുന്നു, പ്രഭുപാദിന്റെ ബുക്ക് നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യം പിന്നെ മറ്റുള്ളവരെ, ആദ്യം നമ്മൾ പഠിക്കുക, പിന്നീട് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ജൻ സ്വാർത്ഥ കഥ കരികരോ ഉപകാർ എന്ന് വെച്ചാൽ, സ്വയം പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇതാണ് പറയുന്നത്. ഇവിടെ ചൈതന്യ ചരിതാമൃതം ബംഗാളിലും ബംഗാളി ഭാഷയിലും സംസ്കൃതത്തിലും എഴുതി. എന്നാൽ ഭഗവത്ഗീത 700 ശ്ലോകം, ഭാഗവതം 11,000 ശ്ലോകം, ചൈതന്യ ചരിതാമൃതം 11,550 ശ്ലോകം. മൊത്തം 62 അധ്യായം 3 പാർട്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നു. ആദിലീല, മധ്യലീല, അന്ത്യലീല എന്ന്. അങ്ങനെ 62 അധ്യായം 3 പാർട്ടായി. ആദ്യലീല 17 അധ്യായം, മധ്യലീല 25 അധ്യായം, അന്ത്യലീല 26 അധ്യായം. അങ്ങനെ മൊത്തം 62 അധ്യായം. ചൈതന്യ ചരിതാമൃതത്തിൽ 30 ഗ്രന്ഥ സമാഹാരത്തിന്റെ ഭാഷ്യമാണ് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി കവിരാജ് ഗോസ്വാമി നമുക്ക് തന്നത്. 30 ഗ്രന്ഥ സമാഹാരത്തിന്റെ ഭാഗവതം, ഭഗവത്ഗീത, ഭക്തിരസാമൃത സിന്ധു, ആദിപുരാൺ, പത്മപുരാൺ, വിഷ്ണു പുരാൺ എന്ന് വേണ്ട കൃഷ്ണ കവിരാജ് ഗോസ്വാമി നമുക്ക് ഇതെല്ലാം ടച്ച് ചെയ്ത് തന്നത്. എന്നാൽ കൃഷ്ണൻ 2 തരത്തിൽ രംഗിണിയുണ്ട്. കൃഷ്ണന് 2 തരത്തില് രംഗിണിയുണ്ട്. അതായത് 2 തരത്തിലെ പശുക്കളാണുള്ളത്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള രംഗിണി. അതെന്താന്ന് വെച്ചാൽ, ഒന്ന്, കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം വളരെ ശ്രദ്ധയോട് കേൾക്കുന്നു, പരിപൂർണമായും പ്രേമം പിടിച്ചെടുക്കുന്നു. അതിനെ രംഗിണി എന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണന്റെ ഓടൽക്കുഴൽ നാദം വളരെ ശ്രദ്ധയോട് കേൾക്കുകയും അതിന്റെ പരിപൂർണ പ്രേമം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു ഒരു പശു, ഒരു തരത്തിൽ. അതിനെ രംഗിണി എന്ന് പറയുന്നു. അടുത്ത തരം പശുവിനെ പലതരത്തിലുള്ള നിറമാണ്, വെളുപ്പല്ല, എന്നാൽ ഭംഗിയുള്ള ഇതിനെയും രംഗിണി എന്ന് പറയുന്നു. രംഗ എന്ന് പറഞ്ഞാൽ നിറം, ഇതിനെയും രംഗിണി എന്ന് പറയും. അപ്പൊ ഇവിടെ 2 തരത്തിലുള്ള പശുക്കളാണ് ഉള്ളത് കൃഷ്ണന്. ഒരു രംഗിണി ഭാവം, അടുത്ത വ്യത്യസ്ത നിറത്തിൽ രംഗിണി. ഒന്ന് ഭാവത്തിലും അടുത്ത വ്യത്യസ്ത നിറത്തിലുള്ള രംഗിണി. ഭാവരംഗിണിയും വ്യത്യസ്ത നിറത്തിലുള്ള രംഗിണിയും. ഇപ്പൊ ജീവഗോസ്വാമി പറയുന്നു, ഓ കവിരാജ് നീ എഴുതുമോ? അപ്പൊ ജീവഗോസ്വാമി കവിരാജ് മഹാരാജിനോട് പറയുന്നുണ്ട്, ഓ കവിരാജ് നീ എഴുതൂ ചൈതന്യ ചരിതാമൃതം. കാരണം നിന്നിലെ ഗുണം, കവി എന്നാൽ കവിത എഴുതുന്നവൻ, രാജ് എന്ന് പറഞ്ഞാൽ രാജാവ്. കവിതയിൽ രാജാവായിട്ടാണ് ചൈതന്യ മഹാപ്രഭുവും ജീവഗോസ്വാമി പിന്നെ കവിരാജ് ഗോസ്വാമിയെ കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് കവിരാജ് എന്ന പേര് വന്നിട്ടുള്ളത്. ഇപ്പൊ രാധാകൃഷ്ണൻ 2 രൂപം. ഒന്ന് ഭക്തിയുടെ ആഴം, നിന്നിൽ പക്വത കൃഷ്ണാവബോധത്തിൽ. ഒന്ന് ഭക്തിയുടെ ആഴം, അടുത്തത് കൃഷ്ണാവബോധത്തിലുള്ള പക്വത അല്ലെങ്കിൽ അവബോധത്തിൽ. കവിതയിൽ രാജാവ്, നിന്റെ ടാലന്റ് പ്രായത്തിൽ മുതിർന്നാൾ
ഒന്ന് നീ കവിതയിൽ രാജാവാണ്, അടുത്തത് നിന്റെ ടാലന്റ് നല്ലതാണ്, അടുത്തത് നീ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കവിരാജ, നീ മുതിർന്ന വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ജീവഗോസ്വാമി കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമിയിൽ കാണുന്ന പ്രത്യേക ഗുണങ്ങൾ. എന്നാൽ ഭക്തി എന്നാൽ പരസ്പര ബഹുമാനം. ഇത് വളരെ ഒരു പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഭക്തി എന്ന് കഴിഞ്ഞാൽ പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, പരസ്പര സേവ, പരസ്പര ആകർഷണം, കൈമാറൽ, നിഷ്കാമ സേവയുടെ വഴി. ഇത് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി തന്നു കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഭക്തി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പരസ്പരം ബഹുമാനിക്കുക. ഒരു ഭക്തന്, ഇതെല്ലാം വൈഷ്ണവ സദാചാരത്തിൽപ്പെട്ടതാണ്. അതാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. വൈഷ്ണവ സദാചാരം പഠിപ്പിക്കുന്നതും ഭക്തിയുടെ ലഹരി തരുന്നതും പ്രേമഭക്തി തരുന്നതുമായ ഒരു പ്രേമഗ്രന്ഥമാണ്, അല്ലെങ്കിൽ പ്രേമഗ്രന്ഥ ശിരോമണിയാണ്. കാരണം പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും പരസ്പര സേവ, പരസ്പര ആകർഷണം ഭക്തർ തമ്മിൽ. അല്ലാതെ മാറിക്കഴിയുമ്പോൾ കുന്നായ്മയും കുറെ കൂടെ പറയുക, അതൊന്നും അല്ല ഭക്തി. കൈമാറ്, ഭക്തി പ്രേമം കൈമാറല്, നിഷ്കാമ സേവ, പരസ്പര ആകർഷണം. ഇത് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി തന്നു. ഇനി ഗോസ്വാമിമാര്, അതാണ് വൈഷ്ണവ സദാചാരം. ഇത് വേദപഠനത്തിൽ കൂടി കിട്ടുന്നതല്ല. ഗോസ്വാമിമാരുടെ സ്നേഹം, ഭക്തർ തമ്മിലുള്ള ബന്ധം, സംബന്ധം, ഇതെല്ലാം ശരിക്കും നമുക്ക് തരുന്നത് ഈ ചൈതന്യ ചരിതാമൃതം ഇത്യാദി ഗ്രന്ഥങ്ങളിൽ കൂടിയാണ്. കാരണം ഇത് വേദങ്ങൾ പഠിച്ചിട്ട് നമുക്ക് കിട്ടുമില്ല. വൃന്ദാവൻദാസ് ഠാക്കൂർ ഭാഗവതം സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്നു. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇത് നമ്മളെ കാണിച്ചു തരുന്നു. ഭക്തർ തമ്മിൽ ഈഗോ പാടില്ല എന്ന്. അപ്പം ഭക്തർ തമ്മിൽ ഈഗോ പാടില്ല എന്ന് കവിരാജ് ഗോസ്വാമി നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ കൃഷ്ണലീല ഭാഗവത കഥേ വേദവ്യാസ്, കൃഷ്ണലീല ഭാഗവതം വേദവ്യാസനാൽ നമുക്ക് തന്നു. ചൈതന്യ ലീലാർ വ്യാസ് വൃന്ദാവനദാസ് എന്ന് വെച്ചാൽ ചൈതന്യ ലീല വൃന്ദാവനദാസ് ഠാക്കൂർ വ്യാസദേവനായിട്ട് വന്ന് നമുക്ക് ചൈതന്യ ലീല തന്നു. ഇവിടെ വേദവ്യാസൻ ഭാഗവതം നമുക്ക് തന്നു. അതേ വേദവ്യാസൻ വൃന്ദാവൻദാസ് ഠാക്കൂറായിട്ട് വന്നിട്ട് നമുക്ക് ചൈതന്യ ലീല തന്നു. അപ്പം കൃഷ്ണ ഭാഗവതം വേദവ്യാസൻ തന്നു. ആ വേദവ്യാസന്റെ വിസ്തരണമാണ് വൃന്ദാവൻദാസ് ആയി വന്ന് നമുക്ക് ചൈതന്യ ഭാഗവതം തന്നത്. അപ്പം വൃന്ദാവൻദാസ് ഠാക്കൂർ നമുക്ക് ചൈതന്യ ഭാഗവതം, അതും വ്യാസദേവൻ തന്നെയാണ്. ഇതെല്ലാം എന്തിനു പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൈതന്യ ചരിതാമൃതം മധ്യലീല വരെ വന്നിട്ടുള്ള വ്യക്തികൾ ഓരോരുത്തരും പഠിച്ചത് ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ലെവലിൽ കൂടിയാണ് പോകുന്നതെന്ന് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോ ഓരോ മൂഡ് ലോകോ ശുന ചൈതന്യമംഗൾ ചൈതന്യ മഹിമ ജാനെ വൈഷ്ണവാദം എന്ന് വെച്ചാൽ, എൻ്റെ ബുക്ക് വായിക്കുന്നു, പക്ഷേ വിഡ്ഢികള് വൃന്ദാവൻദാസ് ഠാക്കൂറിന്റെ ബുക്കിലെ കാര്യമാണ് ഇത് എന്ന്. അപ്പം കവിരാജ് ഗോസ്വാമി പറയുന്നു, എൻ്റെ ബുക്കുകളൊക്കെ വായിക്കുന്നു, അല്ലയോ വിഡ്ഢികളെ, ഇത് വൃന്ദാവൻദാസ് ഠാക്കൂറിന്റെ ബുക്കിലെ കാര്യങ്ങളാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് എന്ന് കവിരാജ് ഗോസ്വാമി നമ്മളോട് പറയുന്നു. കാരണം അദ്ദേഹം തൻ്റെ വരിഷ്ഠ ഭക്തരെ സ്തുതിക്കുകയാണ് അതിൽ കൂടി ചെയ്യുന്നത്. നമ്മളാണ് പുറകെ കൂടെ എപ്പോൾ പാറ വെക്കാൻ നോക്കുന്നു, അതല്ല. അപ്പൊ അത് നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെ വൈഷ്ണവർ തമ്മിൽ ഒരു സംബന്ധം വേണമെന്ന്. ഇനി പിന്നെ എന്തിനാ എഴുതിയത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും.
വൃന്ദാവൻ ദാസ് ഠാക്കൂർ തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ എഴുതിയത് കവിരാജ് ഗോസ്വാമി എന്ന് നമ്മളുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചൈതന്യ ലീല വ്യാസ് ദാസ് വൃന്ദാവൻ താർ ആജ്ഞ കരോ താർ ഉച്ഛിഷ്ട ചർവൻ. അതായത് മഹാഭക്തൻ കഴിച്ച പ്രസാദത്തിന്റെ ബാക്കിയായ മഹാപ്രസാദം കഴിക്കുന്നത് നമ്മളുടെ ധർമ്മമാണ്. അപ്പം മഹാഭക്തനായ വൃന്ദാവൻ ദാസ് ഠാക്കൂർ തന്ന ചൈതന്യ ഭാഗവതത്തില് അവസാനത്തെ അന്ത്യലീലകൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മഹാപ്രസാദം കഴിച്ച് അതിന്റെ ബാക്കി നമുക്ക് തന്നതാണ് ഈ ചൈതന്യ ചരിതാമൃതം. ആര്? വൃന്ദാവൻ ദാസ് ഠാക്കൂർ, സോറി, കവിരാജ് ഗോസ്വാമി. അപ്പം കവിരാജ് ഗോസ്വാമി പറയുന്നു, ചൈതന്യലീല സ്വർണ തളികയിൽ വൃന്ദാവൻ ദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതത്തിൽ തന്നു. ഈ മഹാപ്രസാദം എനിക്ക് വേണ്ടി ഒരല്പം വെച്ചു, ഞാൻ അത് കഴിക്കുന്നു എന്ന്. അപ്പോ അന്ത്യലീല ഒരല്പം കവിരാജ് ഗോസ്വാമിക്ക് വേണ്ടി അദ്ദേഹം വെച്ച്, അത് ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെയാണ് ചൈതന്യ ചരിതാമൃതത്തിന്റെ പൂർത്തീകരണം എന്ന് അദ്ദേഹം നമുക്ക് പറയുന്നു. മഹാപ്രസാദം എന്താണ് ഉച്ഛിഷ്ടം വൃന്ദാവൻ ദാസ് വെച്ചത്? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് വൃന്ദാവൻ ദാസ് ബാക്കി വെച്ചത് എന്ന്. അപ്പൊ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം 24-ാമത്തെ വയസ്സിലാണല്ലോ അദ്ദേഹം സ്വീകരിച്ചത്. ഗൃഹസ്ഥനായിരുന്നു ആ സമയത്ത്. 6 വർഷം അദ്ദേഹം സൗത്ത് ഇന്ത്യ യാത്രയൊക്കെ ചെയ്ത് 30-ാമത്തെ വയസ്സിൽ ജഗന്നാഥ് പുരിയിൽ താമസിച്ചു. 18 വർഷം ജഗന്നാഥ് പുരിയിൽ താമസിച്ചു. ഈ 30-ഉം 36-ഉം 30 തൊട്ട് 36 വരെ എല്ലാവരെയും കാണുന്നു, നൃത്തം ചെയ്യുന്നു, കീർത്തനം ചെയ്യുന്നു, രഥയാത്രയിൽ പങ്കെടുക്കുന്നു, കഥകൾ പറയുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, എല്ലാം. എന്നാൽ അതി ആത്മീയം നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം വളരെയധികം ആത്മീയത നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലീലകളിൽ കൂടി കാണാൻ കഴിയും. എന്നാൽ 36 വയസ്സ് തൊട്ട് 48 വയസ്സ് വരെയുള്ള 12 വർഷം ഒരു ചെറിയ മുറിയിൽ കഴിയുന്നു. ഗംഭീരയിൽ കാശി മിശ്രയുടെ വീട്ടിൽ 12 വർഷം മഹാപ്രഭു കൃഷ്ണ വിരഹ അഗ്നിയിൽ കത്തുകയായിരുന്നു. ഇതാണ് നമുക്ക് ബാക്കി വെച്ചത് കവിരാജ് ഗോസ്വാമിക്ക് വേണ്ടി. ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ, ഏത് ഭാവത്തിലാണ് അദ്ദേഹം വന്നത്? ആ ഒറിജിനൽ സ്വരൂപത്തിൽ, ആ ഒറിജിനൽ ഭാവത്തിൽ അദ്ദേഹം കത്തുകയായിരുന്നു. എങ്ങനെ? വിരഹ അഗ്നിയിൽ കത്തുകയായിരുന്നു ഭാവത്തിൽ. ഇനിയും കേന അന്തകുല ചന്ദ്രമ, അതിന്റെ അർത്ഥം കേന അന്തകുല ചന്ദ്രമ എന്ന് വെച്ചാൽ നന്ദമഹാരാജിന്റെ ചന്ദ്ര, അല്ലയോ ചന്ദ്ര, നന്ദമഹാരാജിന്റെ മകനായ ചന്ദ്ര, കേശി കി ചന്ദ്രകാലം കൃതി, നിന്റെ മനോഹരമായ മുഖകാന്തി. ഓക്കെ, ഒരു മിനിറ്റ് മാതാജി, ഒരു മിനിറ്റ് പ്ലീസ്.
ഹരേ കൃഷ്ണ. സോറി, ചെറുമകനെ അച്ഛൻ വന്നു, അവന്റെ അച്ഛൻ വന്നു, അപ്പൊ വിടാൻ പോയതാ. ഹരിപോ, താങ്ക് യു, സോറി. നമ്മൾ എവിടെ കയറ്റി? കേനാന്തകുല ചന്ദ്രമ, നന്ദമഹാരാജിന്റെ ചന്ദ്ര. കാരണം ആ അദ്ദേഹത്തിന്റെ വർണ്ണനയാണ്. കേശിക ചന്ദ്രകാലം കൃതി, നിന്റെ മനോഹരമായ മുഖകാന്തി. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ വിരഹത്തിന്റെ ഭാവമാണ് അദ്ദേഹം പറയാം, നിന്റെ മനോഹരമായ ആ മുഖകാന്തി. കേ മന്ദ മുരളീരവ, മയിൽപ്പീലി അണിഞ്ഞിരിക്കുന്നു നീ. ഓടക്കുഴൽ, നിന്റെ ചുമചുമാന്നുള്ള ആ ചുണ്ട് ആ ഓടക്കുഴലില് സ്പർശിക്കുന്നു. അതിമനോഹരമായ നാദം അതിൽ നിന്ന് വരുന്നു. കേന സുരേന്ദ്ര നീലം ദ്യുതി, കാർവർണ്ണ നിറമുള്ള ജൂവൽ, വൃന്ദാവനത്തിന്റെ ഒരു ജൂവലാണ് നീ. കേര സര താണ്ഡവി കേര സഖി, രാസലീലയിലെ ഹീറോ ആണ് നീ. ജീവരക്ഷോ ഔഷധി, ജീവന്റെ ജീവനായവനെ, നീ ഒരു ഔഷധിയാണ്. നിധീർ മമ സുധീർ ഉത്തമ, എന്റെ നല്ല സുഹൃത്തെ. കേതഹ അന്തഹ ദീക്വിധി, എന്തിന് നീ എന്നെ വിട്ട് മധുരയിൽ പോയി? ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടത്തെ അവസാനത്തെ ആ വിരഹാഗ്നിയുടെ ഭാവം. അപ്പൊ അങ്ങനെ ആ വിരഹാഗ്നിയില് അദ്ദേഹം അങ്ങനെ ദഹിക്കുകയായിരുന്നു. ഇതാണ് നമുക്ക് കവിരാജ് ഗോസ്വാമി തന്നത്. അത് മൊത്തവും കൂടെ ആയിട്ട് അദ്ദേഹം ചൈതന്യ ലീല ആയിട്ട്, ചരിതാമൃതമായിട്ട് നമുക്ക് തന്നു. അപ്പൊ അവിടെ ഓരോ തവണയും ആചാര്യന്മാരെ അദ്ദേഹം സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ പ്രാണന്റെ കലവറയെ, രാധാറാണിയുടെ ഭാവത്തിൽ മഹാപ്രഭു അക്രൂരനെ വഴക്ക് പറയുന്നു. കാരണം ഞങ്ങളുടെ പ്രാണനെ കൊണ്ടുപോയ നീ അക്രൂരനല്ല, നീ ക്രൂരനാണ് എന്ന ഭാവത്തിൽ വഴക്ക് പറയുന്നു. ചിലപ്പം ബ്രഹ്മാവിനെ ശകാരിക്കുന്നു, നിനക്ക് സൃഷ്ടി നടത്താൻ അറിയില്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സൃഷ്ടി നീ നടത്തുന്നത്? ബ്രഹ്മാവ്, നീ എന്ത് തരം സൃഷ്ടാവ്? ഞങ്ങൾ വ്രജവാസികൾ, ഞങ്ങൾ സമുദ്രത്തിന്റെ തീരത്തെ, ഇപ്പൊ ഒരു കൊച്ചുകുട്ടി സമുദ്രത്തിന്റെ തീരത്തെ മണ്ണ് കൂട്ടി കളിക്കാറുണ്ടല്ലോ. അപ്പൊ അവന്റെ ആ മണ്ണ് കൂട്ടി കളിക്കുന്നിടത്ത് ഒരു തിരമാല വന്നിട്ട് യാതൊരു ദയയും കൂടാതെ ആ മണ്ണിനെ വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ അത് എത്ര നേരം കഷ്ടപ്പെട്ടോ അതെല്ലാം കുട്ടി കഷ്ടപ്പെട്ടത് വൃഥയായി പോകുന്നു. അപ്രകാരം ഞങ്ങളുടെ പ്രാണനെ നീ കൊണ്ടുപോകാനുള്ള അങ്ങനെയുള്ള സൃഷ്ടി നീ നടത്തുന്നു. എന്ത് തരം സൃഷ്ടിയാണ് നീ ചെയ്യുന്നത്? ബ്രഹ്മാവ്, നീ എന്ത് തരം സൃഷ്ടി? ഞങ്ങളുടെ വ്രജവാസികൾ സമുദ്രത്തിന് തീരത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് തിരമാല ഒരു ദയയും കാണിക്കാതെ കൊണ്ടുപോകുന്നു. അപ്രകാരം അക്രൂരൻ ഞങ്ങളുടെ ശ്യാമസുന്ദരനെ കൊണ്ടുപോയി. അപ്പൊ അക്രൂരൻ വന്നിട്ട് കംസന്റെ പ്രേരണയാൽ, അക്രൂരൻ ഭയന്നിട്ടാണ് വന്നത്. ഭഗവാൻ എങ്ങനെ ചിന്തിക്കും? കംസൻ വളരെ ബുദ്ധിശാലിയായിരുന്നു. കംസൻ അറിയാം അക്രൂരൻ കൃഷ്ണഭക്തനാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചാൽ വരും. അപ്പൊ അദ്ദേഹത്തെ ട്രാപ്പിലാക്കി കംസൻ. അങ്ങനെ അക്രൂരനെ പറഞ്ഞു വിടുവാണ് കൃഷ്ണനെ കൊണ്ടുവരുവാനായിട്ട്. അപ്പൊ അക്രൂരൻ കൊണ്ടുവരുന്നു. പക്ഷെ അക്രൂരന്റെ മനസ്സിലുള്ള വിഷമങ്ങളും ഭാവങ്ങളും എല്ലാം തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ കാണിച്ചു തരുന്ന യമുന സ്നാനം ചെയ്യുന്ന സമയത്ത് വൈകുണ്ഠ ലോകവും അവിടെ അക്രൂരനും കൃഷ്ണനും ബലരാമനും എല്ലാം കാണുന്നു. അദ്ദേഹം കുളിച്ച് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി നോക്കുമ്പോൾ തേരില് കൃഷ്ണ ബലരാം ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ തെറ്റല്ല ചെയ്യുന്നതെന്ന് ഭഗവാന് ബോധ്യമുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ ഉത്സാഹമായി. അങ്ങനെ വലിയൊരു ചാപ്റ്ററാണ്. അപ്പൊ ആ പ്രകാരം അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓർത്ത് ചിന്തിക്കുകയാണ് ഇവിടെ. അപ്പോ ഇപ്രകാരം 12
വർഷം സ്വയം വിരഹവേദന അനുഭവിച്ചു. പ്രകാരം രാധാറാണി ഭഗവാൻ മധുരയിൽ പോയപ്പോൾ ഗോപസ്ത്രീകള് വിരഹം അനുഭവിച്ചു. അപ്രകാരം മഹാപ്രഭു വിരഹം അനുഭവിക്കുകയായിരുന്നു. ഇനി ചൈതന്യ ഭാഗവതം വൃന്ദാവൻ ദാസ് ഠാക്കൂർ, ചൈതന്യ മംഗൾ ലോചനദാസ് ഠാക്കൂർ. ചൈതന്യ മഹാഭാഗവതം നമുക്ക് തന്നത് വൃന്ദാവനദാസ് ഠാക്കൂർ, ചൈതന്യ മംഗൾ നമുക്ക് തന്നത് ലോചനദാസ് ഠാക്കൂർ. ഇവിടെ ജഗന്നാഥ് പുരിയിലെ വിരഹകഥ ഇത് രണ്ടിലും എഴുതിയിട്ടില്ല. ചൈതന്യ ഭാഗവതത്തിൽ എഴുതിയിട്ടില്ല, ചൈതന്യ മംഗളത്തിലും എഴുതിയിട്ടില്ല. ഇതാണ് നമുക്ക് കവിരാജ് ഗോസ്വാമി തന്നത്. എന്തിനിങ്ങനൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നെന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം എന്തുവാണെന്ന് സ്വയം മനസ്സിലാക്കണം. ഇന്ന് തന്നെ 2, 4, 6 പേരെ ഉള്ളൂ. മഴയൊക്കെ ആയിട്ടായിരിക്കും, തണുപ്പൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഗ്രന്ഥത്തിന്റെ പവർ എന്താണ്, ഇതെന്താണ്, ആർക്ക് വേണ്ടിയാണ് ഇത് വന്നത്. ഗൗഡിയ വൈഷ്ണവർക്ക് വേണ്ടി തന്ന ഗ്രന്ഥമാണ് ഈ ചൈതന്യ ചരിതാമൃതം. കാരണം ഭഗവത്ഗീത സർവമാന ആൾക്കാർക്കും, ഭാഗവതം രസിക ഭക്തർക്ക്, വൈഷ്ണവർക്ക് വേണ്ടി. എന്നാൽ ചൈതന്യ ലീല, ചൈതന്യ ചരിതാമൃതം ഗൗഡിയ വൈഷ്ണവർക്ക് വേണ്ടി തന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ മഹിമ എന്താണെന്നും ഇത് ഏത് സ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ടാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ PhD എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നത്, വെറുതെ അല്ല. ഇനി ജഗന്നാഥ് പുരിയിലെ വിരഹകഥ എഴുതിയില്ല. വൈഷ്ണവർ രഘുനാഥ് ഗോസ്വാമിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നു. വൈഷ്ണവർ എല്ലാവരും രഘുനാഥ് ഗോസ്വാമിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നു. ചൈതന്യ ഭാഗവതം കേൾക്കുന്നു. എന്നാൽ സന്യാസ ലീലകൾ കേൾക്കണം. ഒരു ബുക്കിലും വിരഹകഥ ഇല്ല മഹാപ്രഭുവിൻ്റെ. അപ്പം മഹാപ്രഭുവിൻ്റെ വിരഹകഥ ആരും തന്നെ എഴുതിയിട്ടില്ല. അത് നാം എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് പഠിക്കണം, അത് നമ്മൾക്ക് മനസ്സിലാക്കി തരണം. ഇവിടെയാണ് മഹാപ്രഭു ആ കവിരാജ് ഗോസ്വാമി കൂടി നമുക്ക് തന്നത്. കാരണം രഘുനാഥ് ഭട്ട ഗോസ്വാമി റിക്വസ്റ്റ് ചെയ്യുന്നു കവിരാജ് ഗോസ്വാമിയോട്. രഘുനാഥ് ഭട്ട ഗോസ്വാമി റിക്വസ്റ്റ് ചെയ്യുന്നു കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമിയോട് എഴുതാൻ പറയുന്നു, നീ ഇത് എഴുത ചൈതന്യ ചരിതാമൃതം. ഇവിടെ ജീവഗോസ്വാമി പറയുന്നു, എന്തുകൊണ്ട് നീ എഴുതുന്നില്ല എന്ന്. കവിരാജ് ഗോസ്വാമി പറയുന്നു, എനിക്ക് എഴുതാനൊന്നും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ എഴുതും എന്ന് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹം വെക്കുന്നു. ഇവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ സ്വധാമത്തിൽ പോയതിനു ശേഷം രാധാകുണ്ടിൽ വരുന്നു. അപ്പം ജഗന്നാഥ് പുരിയില് രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിൻ്റെ എല്ലാ കാര്യങ്ങളും, അന്ത്യലീലയുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടും മനസ്സിലാക്കി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു രഘുനാഥ് ദാസ് ഗോസ്വാമി. അപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെ സ്വധാമത്തിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹം രാധാകുണ്ടിൽ വന്നിരുന്ന് പൂരിയിൽ നിന്ന് ധ്യാനിക്കുകയായിരുന്നു. സങ്കടപ്പെട്ട് മഹാപ്രഭു പോയതിൻ്റെ സങ്കടത്തിൽ ഭഗവാനെ ധ്യാനിക്കുകയായിരുന്നു ആ കുട്ടീരിൽ. ഈ രാധാകുണ്ടിൽ താമസിക്കുന്നു. ഇവിടെ രഘുനാഥ് ഗോസ്വാമി പറയുന്നു അന്ത്യലീലകളെ പറ്റി. അത് ആരെഴുതുന്നു? കവിരാജ് ഗോസ്വാമി എഴുതുന്നു. കാരണം അദ്ദേഹം നേരിൽ കണ്ടത്, പൂരിയിൽ കൂടി ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. എന്നാൽ കവിരാജ് ഗോസ്വാമി എഴുതുന്നു. ഓരോ നോട്ട് ദിവസം 3 മണി തൊട്ടാണ്, 3 തൊട്ട് 5:30 വരെയാന്ന് തോന്നുന്നു,
മൂന്ന് മണിക്കൂറോളം ഡെയിലി കഥ ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. അപ്പോൾ കവിരാജ് ഗോസ്വാമി അത് മൊത്തം എഴുതുന്നു എല്ലാ ദിവസവും. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന് രാധാകുണ്ടിൽ താമസിച്ച് 95 വയസ്സ് വന്നു. ആ രാധാകുണ്ടിൽ വെച്ച് കാണുന്നു രഘുനാഥ് ഗോസ്വാമി പറഞ്ഞതെല്ലാം എഴുതി എടുക്കുന്നു കവിരാജ് ഗോസ്വാമി. ഇവിടെ 3 ആത്മീയ നേതാക്കൾ വരുന്നു കൊടുത്ത ഇൻസ്ട്രക്ഷൻ. ആരാണ്? 1 ജീവഗോസ്വാമി, 2 രഘുനാഥ് ദാസ് ഗോസ്വാമി, 3 രഘുനാഥ് ഭട്ടഗോസ്വാമി. 1 ജീവഗോസ്വാമി, 2 രഘുനാഥ് ദാസ് ഗോസ്വാമി, 3 രഘുനാഥ് ഭട്ടഗോസ്വാമി. ഈ 3 വരിഷ്ഠ ഭക്തരുടെ ഇൻസ്ട്രക്ഷനിൽ കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അവർ ഈ 3 ആൾക്കാരുമാണ് കവിരാജ് ഗോസ്വാമിയെ ഈ ചൈതന്യ ചരിതാമൃതം ഇന്ന് നമ്മൾ കാണുന്നത് എഴുതാനായിട്ട് പറഞ്ഞത്. ഇനി ചൈതന്യ ചരിതാമൃതം 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ബംഗാളിയിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷിലുമുണ്ട്. സംസ്കൃതത്തിലുണ്ട്. ഇംഗ്ലീഷിൽ നമുക്ക് പിന്നീട് പ്രഭുപാദ് വന്നത്. ബംഗാളിയില് ഭക്തി വിനോദ് ഠാക്കൂർ നമുക്ക് തന്നു. അപ്പം സംസ്കൃതത്തിൽ നേരത്തേക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ സൂയതാം നിത്യവും അദ്ദേഹം കേട്ടുകൊണ്ടേയിരുന്നു. ആര് പറഞ്ഞത്? രഘുനാഥ് ദാസ് ഗോസ്വാമി പറയുന്നത്. ആര് കേൾക്കുന്നു? കവിരാജ് ഗോസ്വാമി. ഗീയതാം ഉദാ, പാടിയത് പറഞ്ഞത്. ചിന്തയത്വം, ഇത് അമൃതാണ്. ഭക്തി ചൈതന്യ ചരിതാമൃതം ഭക്തിയുടെ കറണ്ടാണ്, ഭക്തിയുടെ സമുദ്രമാണ്. അത് അദ്ദേഹം ശ്രദ്ധയോട് കേട്ടുകൊണ്ടേയിരുന്നു, മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു, എഴുതിക്കൊണ്ടേയിരുന്നു. ഭഗവത്ഗീത സർവമാന ആൾക്കാർക്കും വേണ്ടി, എല്ലാവർക്കും കൂടി. ശ്രീമദ് ഭാഗവതം യത് വൈഷ്ണവാനാം പ്രിയം, വൈഷ്ണവരുടെ കൂടെയാണ് ഭാഗവതം. എന്നാൽ ഭഗവത്ഗീത എല്ലാ ഭക്തരുടെയും കൂടെയാണ്. ഇപ്പൊ മഴയുള്ള സമയത്ത് കുടയെ പറ്റി പറഞ്ഞ എല്ലാവർക്കും ഓർമ്മ വരും. എന്താണ് ഗൗഡിയ വൈഷ്ണവരുടെ കുട? അപ്പം സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു കുടയാണ് ഭഗവത്ഗീത. എന്നാൽ വൈഷ്ണവരുടെ പ്രിയമായ കുടയാണ് ശ്രീമദ് ഭാഗവതം. എന്നാൽ ഗൗഡിയ വൈഷ്ണവരുടെ കുട എന്താണ്? അതാണ് ചൈതന്യ ചരിതാമൃതം. ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഞാൻ ഭാഗവതം എഴുതിയത് കവിരാജ് ഗോസ്വാമിയുടെ ഭാവത്തിൽ. കാരണം കവിരാജ് ഗോസ്വാമി 90-ാമത്തെ വയസ്സിലാണ് ചൈതന്യ ചരിതാമൃതം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം എത്രയും പെട്ടെന്ന് പോകുമെന്ന് അദ്ദേഹം ഭയന്നാണ് പെട്ടെന്ന് അന്ത്യലീല, ആദിലീല, പിന്നെ മധ്യലീല ഇങ്ങനെയൊക്കെ എഴുതിയത്. അദ്ദേഹത്തിന് ഭയങ്കര ഇതായിരുന്നു അതിനു മുമ്പ് എഴുതണമെന്ന്. അതുപോലെ ശ്രീല പ്രഭുപാദിനും ഭാഗവതം ശരീരം വെടിയുന്നതിന് മുമ്പ് എഴുതി തീർക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമായിരുന്നു. തന്നെയുമല്ല, ചൈതന്യ ചരിതാമൃതം ആദ്യം തന്നെ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും പൂർത്തീകരിക്കണമെന്നും പ്രഭുപാദിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാഗവത ലേശം താമസിച്ചത്. 2 ആഴ്ച കൊണ്ടൊക്കെ 11,500 ശ്ലോകത്തിന്റെ പ്രിന്റിങ് എല്ലാം നടത്തണമെന്ന് പ്രഭുപാദ് പറയുന്നു. അപ്പൊ ഭക്തന്മാർ പറയുന്നു പ്രഭുപാദ് നടക്കത്തില്ല. അപ്പൊ പ്രഭുപാദ് പറയുന്നു, ഇത് വൈഷ്ണവർക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല, എല്ലാം പോസിബിൾ ആണ്. പക്ഷേ ഭക്തവൃന്ദങ്ങള് രാവെന്നില്ല പകലെന്നില്ലാതെ അവർ മംഗളാരതി വരെ പ്രിന്റിംഗ് പ്രസ്സിൽ നടത്തി അദ്ദേഹം പ്രഭുപാദിന്റെ ഇച്ഛ പൂർത്തീകരിച്ചു. നോക്കൂ, അതാണ് ഭക്തർ. നമ്മളെല്ലാം സോക്കോൾഡ് പേരിലുള്ള ഭക്തരാണ്. അപ്പം പ്രഭുപാദ് പറയുന്നു, ഭക്തർ പ്രസില
മംഗളാരതി ചെയ്യുന്നു, താമസിക്കുന്നു. അങ്ങനെ ചൈതന്യചരിതാമൃതം ഇറക്കിയത് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സുലഭമാണ്, നമുക്കതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും നമ്മൾ മനസ്സിലായിട്ടില്ല. പ്രഭുപാദ് പറയുന്നു ഇമ്പോസിബിൾ എന്നത് വിഡ്ഢികൾക്കാണ്, ഭക്തർക്ക് പോസിബിൾ ആണ് എല്ലാം. കാരണം 11,500 ശ്ലോകം അതിൻ്റെ അറിയാമല്ലോ, എല്ലാം തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് ബുക്ക് വെളിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്തോരം ജോലിയാണ്. ഭക്തി വിനോദ് ഠാക്കൂർ ചൈതന്യ ചരിതാമൃതം ബംഗാളിൽ പരിവർത്തനം ചെയ്തത് കാരണം ഇത് ബംഗാളി ടെസ്റ്റ് എന്നും ഈ 3 വർഷം കൊണ്ട് 8 വർഷം കൊണ്ടാണ് ഒരു കോപ്പി തയ്യാറാക്കിയെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. 37 ദിവസം ജലദൂതിൽ യാത്ര ചെയ്തപ്പോൾ നമുക്കറിയാം പ്രഭുപാദിന് അസുഖം പിടിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താധാര അപ്പോൾ എന്താണെന്ന് നമ്മളൊന്ന് നോക്കാം. ശീല പ്രഭുപാദിൻ്റെ എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശം എൻ്റെ തലയിൽ അനുഗ്രഹമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ആ ചിന്ത അവിടെ വെച്ച് വരുന്നു. തിരുനാമ ജപം എൻ്റെ നാവിൽ എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ തിരുനാമം ഉണ്ടെന്നുള്ള ചിന്ത വരുന്നു. ഞാൻ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമൃതത്തിലും ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമാണ് ചൈതന്യ ചരിതാമൃതം, അതെനിക്ക് പൂർത്തീകരിക്കണം. അപ്പം എന്നെ ചൈതന്യ ചരിതാമൃതം ചൈതന്യ മഹാപ്രഭു ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഒരു ഇച്ഛ, ഒരു ദൃഢവിശ്വാസം പ്രഭുപാദിന് ആ സുഖമില്ലാത്ത സമയത്ത് ഉണ്ടാകുന്നു. ഒന്ന് ഗുരുവിൻ്റെ ആശീർവാദം, 2 തിരുനാമ ജപത്തിൻ്റെ തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്, 3 കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി മാതിരി ഞാനും പ്രായമായതാണ്, എനിക്കും ശരീരം വെടിയുന്നതിന് മുമ്പ് ചൈതന്യ ചരിതാമൃതം, ഭാഗവതം ഇത്യാദി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടും 10ാം സ്കന്ധം വരെ അദ്ദേഹത്തിന് എഴുതാൻ വന്നിട്ടുള്ളൂ, കാണ്ഡം വരെ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് ഭക്തർ ക്ലിയർ ചെയ്യുമായിരുന്നു, അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് പോയി. ഇനി എൻ്റെ ഹൃദയത്തിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളുമാണെന്ന് ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഈ പ്രഭുപാദിൻ്റെ പാദകമലത്തിൽ നമ്മൾ പിന്തുടരുന്നു. ഒരു കഷ്ടതയും ഒരു പ്രയാസവും ഒരു ത്യാഗവും അറിയാതെ എല്ലാം ഓപ്പൺ ബുക്കായിട്ട് നമ്മുടെ മുമ്പിൽ അദ്ദേഹം നമുക്ക് വെച്ച് തന്നിരിക്കുന്നു. ഒന്ന്, ചൈതന്യ ചരിതാമൃതം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ വൈഷ്ണവന് അല്ലെങ്കിൽ ബ്രാഹ്മണര പഠനം നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക, നമ്മൾ ആചരണങ്ങൾ ചെയ്യുക. അപ്പോഴേ നമുക്ക് ആചരണം ചെയ്യുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ചൈതന്യ ചരിതാമൃതം ഓരോരുത്തരും വാങ്ങിക്കുക. 1. 2, ചൈതന്യ ചരിതാമൃതത്തിൻ്റെ വാങ്ങിച്ചാൽ പോരാ, അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, ആ കവർ പൊട്ടിക്കണം. എന്നതിന് ശേഷമാണ് നമ്മൾ അത് തുറന്നൊന്ന് നോക്കണം, വായിക്കണം. നമ്മൾ എന്നിട്ട് സ്വയം പഠിപ്പിക്കുക, രുചി ആസ്വദിക്കും. പഠിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴാണ് ശരിയായ രുചി ആസ്വദിക്കുന്നത്. 4, ചൈതന്യ മഹാപ്രഭുവിനെ സ്തുതിക്കുക. അദ്ദേഹത്തിൻ്റെ ലീലകളും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്തുതിക്കുക, മനസ്സിൽ വെച്ച് സ്മരിക്കുക. 5, മറ്റുള്ളവരെ ചൈതന്യ ചരിതാമൃതം വാങ്ങിക്കുവാനും അത് വായിക്കാനും അത് പഠിപ്പിക്കുവാനും പ്രേരണ കൊടുക്കുക. 6, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഗൗരംഗന്റെ ലോകത്തേക്കുള്ള പാലം റെഡിയായി ഇരിക്കും. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത് ഇത്രയും പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ
മധ്യലീലയിൽ വരെ എത്തിയ വ്യക്തികളായതുകൊണ്ടാണ് ഇതിങ്ങനെ പറയാനുള്ള കാര്യം. ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ഗ്രന്ഥത്തിന്റെ മഹിമ, വാല്യം. ഇത് ഏത് തരത്തിലാണ് നമുക്ക് കിട്ടിയത്, എന്താണ് വൈഷ്ണവർ എങ്ങനെയാണ് കഴിയേണ്ടത്, എങ്ങനെയാണ് കഴിഞ്ഞ ഭഗവത്ഗീത ക്ലാസ്സിൽ നമ്മൾ കണ്ടു വൈഷ്ണവർ എങ്ങനെയായിരിക്കണമെന്ന്. അപ്രകാരം നാം ഓരോരുത്തരും ഒരു വൈഷ്ണവനായിട്ട് നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് നമ്മൾ വൈഷ്ണവനാകാൻ നോക്കി. വൈഷ്ണവ സദാചാരം എന്ന് പറയുന്നത് ഒരു വൈഷ്ണവന്റെ ആഭരണമാണ് ശരീരത്തിലെ. വളരെ നിർബന്ധമായിട്ട് ഓരോ വ്യക്തിയും ആ വൈഷ്ണവ സദാചാരം പരിപാലനം ചെയ്യണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 3 പേര് ചൈതന്യ ചരിതാമൃതം എഴുതിയിട്ടുണ്ടോ പ്രഭുപാദ്, പിന്നെ ഭക്തി വിനോദ് ഠാക്കൂർ, കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി, 3 പേര്? ഭക്തി വിനോദ് ഠാക്കൂർ എഴുതിയിട്ടുണ്ട്, പൂർത്തീകരിച്ചില്ല മറ്റുള്ളവർ 2 പേരും. അവര് ബാക്കി, അതുകൊണ്ടാണ് നമുക്ക് മഹാപ്രസാദം എന്ന് അതായത് ബാക്കി കവിരാജ് ഗോസ്വാമിക്ക് വേണ്ടി അന്ത്യലീല ബാക്കി വെച്ചിരുന്നു. അപ്പൊ അതാണ് മഹാപ്രസാദം എന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അല്ലേ? ഭക്തി ബംഗാളിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അത് ആര് കംപ്ലീറ്റ് ചെയ്തതാണ്? കവിരാജ് ഗോസ്വാമി കംപ്ലീറ്റ് ചെയ്തു ബംഗാൾ. അങ്ങനെ. പക്ഷെ മറ്റവർ 2 പേരും പിന്നെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല. അതായത് അന്ത്യലീല അവസാനത്തെ ആ ഒരു ഇത് അവര് ബാക്കി വെച്ചിരുന്നു. ആർക്ക് വേണ്ടി? കവിരാജ് ഗോസ്വാമി. അപ്പൊ അതുകൊണ്ടാണ് ഇത് എപ്പോഴും അത് ഈ ചൈതന്യ ലീല പഠിക്കുമ്പോൾ അദ്ദേഹം കവിരാജ് ഗോസ്വാമി ഇവരെല്ലാം എപ്പോഴും സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അത് ഇതിനു വേണ്ടിയാണ്. മാതാജിക്ക് മനസ്സിലായോ? കംപ്ലീറ്റ് എഴുതിയത് ഭക്തി വിനോദ് ഠാക്കൂർ അല്ലേ? ആദ്യം ബംഗാളി ഭാഷയിൽ. പിന്നീട് പിന്നെ ശരിക്കും മൊത്തം എഴുതിയത് കവിരാജ് ഗോസ്വാമിയാണ്. അതിനുശേഷം ഭക്തി വിനോദ് ഠാക്കൂർ ബംഗാളി ഭാഷയിൽ സംസ്കൃതത്തിൽ നിന്ന് ബംഗാളി ഭാഷയിലോട്ട് പരിഭാഷ ചെയ്തു. ഓക്കെ, മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ? ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുപേക്ഷ കൃപാസുന്ദേവച പതിതാനാം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദ की जय, अनंतकोटि आचार्य विंद की जय, नामाचार्य दास ठाकुर की जय, श्रील प्रभुपाद की, गुरुदेव की जय, निताय गौर प्रमानंदे हरि हरि बोल चैतन्य प्रभु की जय, चैतन्य चरितामृतम की जय, कृष्णराज कविराज गोस्वामी की जय, षड गोस्वामी की जय, ताय गौर प्रमानंदे हरि 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 बोल. हरे कृष्णा. हरे कृष्ण प्रभु. हरे कृष्ण माधव. हरे कृष्णा प्रभु जी. हरे कृष्णा.